Hi students, it's me Sridak, your BS teacher. Welcome back to my online BS class. So today we continue our 5th chapter, Sources of Energy. Okay, so let's start. Our next topic is conventional energy sources. Petroleum is formed from decayed living organisms buried deep under the earth for millions of years due to some natural phenomena. Coal is formed from plant remains. These are called fossil fuels. Such fuels cannot be replenished once they get exhausted. They are called conventional fuels. Okay. So petroleum എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? വാട്ട് ഈസ് പെട്രോളിയം? പെട്രോള്, ഡീസൽ, കെരോസിൻ തുടങ്ങിയ ഫ്യൂവൽസ് പെട്രോളിയം എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? സോ ഈ പെട്രോളിയം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? എർത്ത് ക്രസ്റ്റിൽ നിന്ന് അല്ലെ, ഭൂമിക്കടിയിൽ നിന്നും. സോ എങ്ങനെയാണ് അത് ഭൂമിക്കടിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എർത്തിനടിയിൽ അകപ്പെട്ടു പോയ ലിവിങ് ഓർഗാനിസംസിന്റെ ഡീക്കേയിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതായത് കോടിക്കണക്കിന് വർഷം മുൻപ്, അതായത് നമ്മുടെ ഭൂമി ഉണ്ടായ സമയത്ത് ഭൂമിയിൽ ദിനോസർ പോലുള്ള ലിവിങ് ഓർഗാനിസംസ് അല്ല നമ്മുടെ എർത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? സോ ഒരുപാട് ഓർഗാനിസംസ്, അതായത് ഇന്നില്ലാത്ത ഒരുപാട് ഓർഗാനിസംസ് പണ്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഓർഗാനിസംസ് ഒക്കെ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് അതുപോലെ തന്നെ മറ്റു നാച്ചുറൽ ഫിനോമിനുകൾ വഴി നമ്മുടെ എർത്തിനടിയിലായി പോയിട്ടുണ്ട്. ഓക്കെ, ഭൂമിക്ക് അടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാവുന്നത്. ഓക്കെ, സോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിന്റെ അടിയിൽ അകപ്പെട്ടു പോയ ഇത്തരം ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പെട്രോളിയം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ദെൻ കോൾ ഈസ് ഫോംഡ് ഫ്രം പ്ലാന്റ് റിമൈൻസ്. സോ കൽക്കരി എങ്ങനെയുണ്ടാകുന്നത്? പ്ലാന്റ് റിമൈൻസ് നിന്ന്. ദാറ്റ് ഈസ് പ്ലാന്റ്സിന്റെ റിമൈൻസ് ഒക്കെ എർത്തിൽ ഡിസോൾവ് ആയി പോകില്ലേ? ദാറ്റ് ഈസ് അത് എർത്തിനടിയിലേക്ക് എത്തും. സോ എർത്തിനടിയിൽ ഒരുപാട് നാച്ചുറൽ ഫിനോമിനാസ് നടന്നിട്ടാണ് കോള് രൂപപ്പെടുന്നത്. ഓക്കെ, സോ കോൾ ഈസ് ഫോംഡ് ഫ്രം പ്ലാന്റ് റിമൈൻസ്. ഓക്കെ, ദീസ് ആർ കാൾഡ് ഫോസിൽ ഫ്യൂവൽസ്. സോ ഇങ്ങനെ ലിവിങ് ഓർഗാനിസംസിന്റെയും അതുപോലെ തന്നെ പ്ലാന്റ് റിമൈൻസിന്റെയും ഡീക്കേയിൽ നിന്നുണ്ടാവുന്ന ഫ്യൂവൽസിനെ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സച്ച് ഫ്യൂവൽസ് കനോട്ട് ബി റീപ്ലേനിഷ്ഡ് വൺസ് ദേ ഗെറ്റ് എക്സോസ്റ്റഡ്. ഇത്തരം ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിച്ച് തീർന്നാൽ പിന്നീട് നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ പെട്രോളിയം, കോള് തുടങ്ങിയ ഫ്യൂവൽസ് ഒക്കെ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അതായത് ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, സോ സച്ച് ഫ്യൂവൽസ് ആർ കാൾഡ് എക്സോസ്റ്റിബിൾ ഫ്യൂവൽസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദേ ആർ കാൾഡ് കൺവെൻഷണൽ ഫ്യൂവൽസ്. സോ ഇത്തരം ഫോസിൽ ഫ്യൂവൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺവെൻഷണൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കൺവെൻഷണൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് ക്രസ്റ്റിലെ ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പ്ലാന്റ് റിമൈൻസിന്റെയും അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസത്തിന്റെയും ഒക്കെ ഡീക്കേയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂവൽസിനെയാണ് നമ്മൾ കൺവെൻഷണൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻ ഫ്യൂച്ചർ കൺവെൻഷണൽ ഫ്യൂവൽസ് വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ഇഫ് നോട്ട് ജുഡീഷ്യലി യൂസ്ഡ്. സോ കൺവെൻഷണൽ ഫ്യൂവൽസിന്റെ യൂസ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കൺവെൻഷണൽ ഫ്യൂവൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ദാറ്റ് ഈസ് പെട്രോളിയം, കോള്, ഈ ഫ്യൂവൽസ് ഒന്നും നമുക്കിനി ഭാവിയിൽ കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ അത്രയ്ക്കും അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരുപാട് വെഹിക്കിൾസും മെഷീൻസും ഒക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പെട്രോളിയം പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും കോള് യൂസ് ചെയ്തിട്ടുമാണ് അല്ലേ? സോ ഈ ഫ്യൂവൽസ് എല്ലാം തീർന്നു പോയാൽ പിന്നീട് നമുക്ക് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? ഇത് എർത്തിന്റെ അടിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അകപ്പെട്ടു പോയ അനിമൽസിന്റെ ഡീക്കേയിൽ നിന്നും അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ ഡീക്കേയിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂവൽസ് ആണ്. ഓക്കെ, സോ എർത്ത് ക്രസ്റ്റിൽ അതിന്റെ എമൗണ്ട് 0 ആയാൽ പിന്നീട് അത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നീട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ കൺവെൻഷണൽ ഫ്യൂവൽസിന്റെ യൂസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഫ്യൂവൽസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ ഇനി കിട്ടില്ല. ഓക്കെ, പെട്രോളിയം ഈസ് മെയിൻലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പെട്രോൾ, ഡീസൽ, കെരോസിൻ, ടാർ ആൻഡ് LPG. സോ പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോള്, ഡീസൽ, കെരോസിന് അതുപോലെ തന്നെ ടാർ കേട്ടിട്ടില്ലേ? റോഡൊക്കെ നന്നാക്കാൻ യൂസ് ചെയ്യുന്ന ടാർ നിങ്ങൾക്കറിയില്ലേ? ഒരു ബ്ലാക്ക് ലിക്വിഡ്, അതാണ് ഇവിടെ പറയുന്ന ഈ ടാർ കേട്ടോ. ആൻഡ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന ആ ഗ്യാസ് സിലിണ്ടറിലുള്ള ഫ്യൂലാണ് LPG. ഓക്കെ, ഇൻ അഡീഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെനി പ്രൊഡക്ട്സ് ലൈക്ക് പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക്സ് ആൻഡ് മെഡിസിൻസ്. ദാറ്റ് ഈസ് പെട്രോൾ, ഡീസൽ, കെരോസിൻ, ടാർ ആൻഡ് LPG. ഈ പ്രൊഡക്ട്സ് ഒക്കെ പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? അതിന്റെ കൂടെ തന്നെ
പെസ്റ്റിസൈഡ്സും പ്ലാസ്റ്റിക്സും മെഡിസിൻസും ഒക്കെ നമ്മൾ ഈ പെട്രോളിയത്തിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡീസൽ, പെട്രോൾ, കെരോസിന്, ടാർ, LPG ഇതൊക്കെ നമ്മൾ പെട്രോളിയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന്റെ കൂടെ ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ബൈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക്സ്, മെഡിസിൻസ് അടക്കം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ഫ്യൂൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന കൂടെ തന്നെ മറ്റു ഒരുപാട് പ്രൊഡക്ട്സും നമുക്ക് പെട്രോളിയത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. However much they are used, solar energy, wind and sea waves are energy sources which are inexhaustible. These are called non-conventional energy sources. So in the previous class, we already studied about inexhaustible energy sources, isn't it? Which are they? Solar energy, wind energy, isn't it? So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളാർ പാനലിനെ കുറിച്ചും വിൻമില്ലിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതൊക്കെ എന്താണ്? ഇൻഎക്സോസ്റ്റിബിൾ എനർജി സോഴ്സസ് ആണ് അല്ലെ? എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്ത എനർജി സോഴ്സസ് ആണ് അതൊക്കെ അല്ലെ? അതിന്റെ കൂടെ തന്നെ മറ്റൊരു എനർജി സോഴ്സ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക, സീ വേവ്സ്, തിരമാല. ഓക്കെ, സോ കടൽ തിരമാലകളിൽ നിന്നും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും, എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം എന്നൊക്കെ കേട്ടോ. സോ സോളാർ എനർജി, വിൻഡ് ആൻഡ് സീ വേവ്സ് ആർ എനർജി സോഴ്സസ് വിച്ച് ആർ ഇൻഎക്സോസ്റ്റിബിൾ. ഓക്കെ, എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്ത, വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി സോഴ്സസ് ആണ് സോളാർ എനർജി, വിൻഡ് ആൻഡ് സീ വേവ്സ്. ഇസ്ന്റ് ഇറ്റ്? ദീസ് ആർ കാൾഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. സോ ഈ എനർജി സോഴ്സസിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി all that you have understood about different sources of energy. സോ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് എനർജിയെ പറ്റി നിങ്ങൾ പഠിച്ചു അല്ലെ? സോ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുക കേട്ടോ. ടേക്ക് നോട്ട് ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. സോ ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈസ് സോളാർ പാനൽ റീപ്ലേസ്ഡ് അറ്റ് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സോളാർ പാനൽ റീപ്ലേസ് ചെയ്തു, അതാണ് പറയുന്നത് അല്ലെ? ദെൻ സെക്കൻഡ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ISRO launches bus using hydrogen as fuel. സോ ഹൈഡ്രജൻ ഗ്യാസ് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ബസ് ISRO ലോഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഡൽഹി വിൻഡ് പവർ പ്രൊജക്ട്സ് അലോട്ടഡ് മോർ ഫണ്ട്സ് ഇൻ ദ ബജറ്റ്. സോ ബജറ്റിൽ വിൻഡ് യൂസ് ചെയ്തുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊജക്ട്സിന് ഒരുപാട് ഫണ്ട് അലോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ 3 ന്യൂസ് പേപ്പർ കട്ടിങ്സും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻഎക്സോസ്റ്റിബിൾ എനർജി സോഴ്സസിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ന്റ് ഇറ്റ്? ദെൻ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഓഫ് എനർജി സോഴ്സസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്? ദാറ്റ് ഈസ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എനർജി സോഴ്സസ് നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ എനർജി സോഴ്സസ് ലൈക്ക് sunlight, hydrogen and wind etc. are mentioned here, isn't it? സോ സൺലൈറ്റ് എനർജിയെ പറ്റിയും അതുപോലെ തന്നെ ഹൈഡ്രജനെ പറ്റിയും ദെൻ വിൻഡ് എനർജിയെ പറ്റിയൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദെൻ ഫസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? സോളാർ പാനൽ റീപ്ലേസ്ഡ് അറ്റ് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ സോളാർ പാനൽസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ സോളാർ പാനൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൺലൈറ്റിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ. Isn't it? സോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിലെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. ഓക്കെ, സോളാർ എനർജി ഇസ് ദ മെയിൻ എനർജി സോഴ്സ് ഇൻ ആൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂൽ ഇൻ റോക്കറ്റ്സ്. സോ റോക്കറ്റിലെല്ലാം യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂലാണ് ഹൈഡ്രജൻ. ഓക്കെ, അതായത് നന്നായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്യൂലാണ് ഹൈഡ്രജൻ. സോ സ്പേസ് സ്റ്റേഷനിലേക്ക് വിടുന്ന റോക്കറ്റ്സ് എല്ലാം ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ റോക്കറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ദെൻ എ നമ്പർ ഓഫ് വിൻഡ് എനർജി പവർ സ്റ്റേഷൻസ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. സോ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വിൻഡ് പവർ സ്റ്റേഷൻസ്, അതായത് വിൻഡ്മില്ല് യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പവർ സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ എനർജി സോഴ്സസിനെല്ലാം നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡിവൈസസ് വർക്കിംഗ് ഓൺ സോളാർ എനർജി. ഡു യു ഹാവ് എനി ഓഫ് ദം അറ്റ് ഹോം?
സോ സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസിന്റെ ലിസ്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരുപാട് ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? എക്സാമ്പിൾ സോളാർ ലാമ്പ്, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ, സോളാർ വെഹിക്കിൾസ് എക്സെട്ര. ഒരുപാട് ഡിവൈസസ് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ സോളാർ എനർജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളുടെ പേര് നിങ്ങൾ നോട്ട്ബുക്കിൽ ലിസ്റ്റ് ചെയ്താട്ടോ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഫോർ അവർ നീഡ്സ്? നമ്മുടെ ആവശ്യത്തിന് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് മാക്സിമം യൂസ് ചെയ്താൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, അതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അല്ലേ? സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ദ എനർജി സോഴ്സസ് ദാറ്റ് വിൽ നോട്ട് റൺ ഔട്ട് ആർ നോൺ ആസ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. ഇസ്ന്റ് ഇറ്റ്? തീർന്നു പോവാത്ത എനർജി സോഴ്സസ് ആണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് അല്ലേ? ദെൻ ബയോമാസ്, സോളാർ എനർജി, വിൻഡ് പവർ ആൻഡ് വാട്ടർ പവർ ആർ സം ഫോംസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. സോ ബയോമാസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും. ഓക്കെ, സോ ആ ബയോഗ്യാസ് പ്ലാന്റിൽ നമുക്ക് ഗ്യാസ് കിട്ടും അല്ലേ? സോ ആ ഗ്യാസ് എനർജി നമുക്ക് വീട്ടിൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? ദെൻ സോളാർ എനർജി, വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് സോളാർ എനർജി അല്ലേ? സൺലൈറ്റിൽ നിന്ന് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വിൻഡ് പവർ. ഓക്കെ, വിൻഡ് പവർ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? കാറ്റിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുക വിൻഡ് മില്ലൊക്കെ യൂസ് ചെയ്തിട്ട്. ദെൻ വാട്ടർ പവർ. വാട്ടർ പവർ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ? സീ വേവ്സ് നിന്ന്, തിരമാലകളിൽ നിന്ന് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ എന്താണ്? നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ അത് എഴുതാം. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? സച്ച് സോഴ്സസ് നോട്ട് കോസ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ. സോ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ എനർജി സോഴ്സസിനൊന്നും എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ഇല്ല. ദാറ്റ് ഈസ് ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇസ്ന്റ് ഇറ്റ്? സോ പെട്രോളിയം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പൊല്യൂഷൻ നമ്മുടെ എൻവിറോൺമെന്റിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതിൽ മെയിൻ പൊല്യൂഷൻ ആണ് എയർ പൊല്യൂഷൻ. ഇസ്ന്റ് ഇറ്റ്? സോ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുന്നതോറും നമുക്ക് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. സോ എല്ലാവരും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇസ്ന്റ് ഇറ്റ്? ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് വി ക്യാൻ സേവ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഇസ്ന്റ് ഇറ്റ്? സോ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് യൂസ് ചെയ്താൽ നമുക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസ് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? സോ ആ കാര്യം കൂടി എഴുതി കൊടുക്കുക കേട്ടോ. സോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, സോളാർ എനർജി. സോളാർ എനർജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡിവൈസുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? വിച്ച് ആർ ദേ? കാൽക്കുലേറ്റർ, സോളാർ സ്ട്രീറ്റ് ലാമ്പ്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ. ഇസ്ന്റ് ഇറ്റ്? സോ ഈ ഡിവൈസുകളെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇസ്ന്റ് ഇറ്റ്? സോളാർ വാട്ടർ ഹീറ്റർ പോലുള്ള ഡിവൈസൊക്കെ മിക്ക കുട്ടികളുടെയും വീട്ടിൽ ഉണ്ടായിരിക്കും അല്ലേ? ദെൻ സോളാർ സ്ട്രീറ്റ് ലാമ്പ് ഒക്കെ നമുക്ക് ടൗണിലേക്കൊക്കെ ഇറങ്ങിയാൽ കാണാൻ പറ്റും അല്ലെ? നിങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും സോളാർ സ്ട്രീറ്റ് ലാമ്പ്. ദെൻ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഡു ആൾ ദീസ് ഡിവൈസസ് വർക്ക് യൂസിങ് ദ എനർജി ഫ്രം സൺലൈറ്റ്? ഈ ഡിവൈസുകളെല്ലാം സൺലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? യെസ്. സോളാർ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ സോളാർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ എനർജിയെ, ദാറ്റ് ഈസ് സൺലൈറ്റിനെ, ഇലക്ട്രിക്കൽ എനർജി, ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് സോളാർ സെല്ല്. ഓക്കെ, സോളാർ സെല്ല് എന്താണെന്ന് അറിയാത്ത കുട്ടികൾ സോളാർ സ്ട്രീറ്റ് ലാമ്പ് പിക്ചർ നോക്കുക. അതിൽ ഈ ലാമ്പിന് മുകളിലുള്ള ഒരു ബ്ലാക്ക് സ്ക്വയർ ബോർഡ് കണ്ടില്ലേ? അതാണ് സോളാർ സെല്ല്. എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും സോളാർ സെല്ല് അല്ലെ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ചെറിയ സോളാർ സെല്ല് മുതൽ വലിയ സോളാർ സെല്ല് വരെ ഉണ്ട് അല്ലെ? സോ സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ സോളാർ സെല്ല് പ്ലേസ് ചെയ്യുക. സോ ആ സോളാർ സെല്ലിലേക്ക് സൺലൈറ്റ് ഫാൾ ചെയ്യുമ്പോൾ ആ സോളാർ സെല്ല് ആ സൺലൈറ്റ് എനർജിയെ എന്താക്കി മാറ്റും? ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും. ഓക്കെ, സോ സോളാർ സെല്ലിന്റെ വർക്കിംഗ് ഒക്കെ ഹയർ ക്ലാസ്സസിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യും. ഓക്കെ, സോളാർ പാനൽസ് കണ്ടെയ്ൻ റോസ് ഓഫ് സോളാർ സെൽസ്. സോ ഒരു സോളാർ പാനൽ എടുക്കുകയാണെങ്കിൽ അതിൽ സ്ക്വയർ ഷേപ്പിൽ ഒരുപാട് സോളാർ സെൽസിന്റെ റോസ് ഉണ്ടായിരിക്കും അല്ലെ? ദീസ് ആർ റെക്ടാങ്കുലർ പാനൽസ് മെയ്ഡ് ഓഫ് സിലിക്കൺ.
സോ സിലിക്കൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സോളാർ പാനൽ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ അഡ്വാൻറ്റേജസ് ഓഫ് എനർജി ആർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഎക്സോസ്റ്റിബിൾ ആൻഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ. സോ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇത് ഇൻഎക്സോസ്റ്റിബിൾ ആണ്, അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ, ഇത് ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. ഇസ്ന്റ് ഇറ്റ്? ദെൻ ലാംപ്സ്, കുക്കേഴ്സ്, വാട്ടർ ഹീറ്റേഴ്സ് ആൻഡ് കാൽക്കുലേറ്റേഴ്സ് വർക്കിംഗ് വിത്ത് സോളാർ എനർജി ആർ വൈഡ്ലി യൂസ്ഡ് നൗ ഡേയ്സ്. സോ ഇന്ന് മിക്ക ആളുകളും യൂസ് ചെയ്യുന്ന സോളാർ ഡിവൈസസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, വിൻഡ് എനർജി. വിൻഡ് മിൽസ് പ്രൊഡ്യൂസ് എനർജി ഫ്രം വിൻഡ്. സോ വിൻഡിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് വിൻഡ് മിൽസ്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിൻഡ് മിൽസിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിൻഡ് മിൽസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് തമിഴ്നാട് ഏരിയയിലാണ് അല്ലേ. തമിഴ്നാട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വിൻഡിൽ നിന്നും മാക്സിമം എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ വിൻഡ് മിൽസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. ഓക്കെ, പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ വിൻഡ് മില്ല് ഇതുവരെ കാണാത്തവർ ആ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ. സോ ഒരു ചെറിയ ടവറിന്റെ ഹൈറ്റിലൊക്കെ ആയിരിക്കും വിൻഡ് മില്ല് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ലീഫ് എന്ന് പറയുന്നത് അത്രയും വലിയ ലീഫായിരിക്കും. സോ അത് കറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല കാറ്റ് വേണം. ഓക്കെ, സോ നല്ല കാറ്റുള്ള പ്രദേശത്തെ നമുക്ക് വിൻഡ് മില്ല് സ്ഥാപിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ദ ബ്ലേഡ്സ് ഓഫ് ദ മിൽ റൊട്ടേറ്റ് ബൈ ദ പവർ ഓഫ് വിൻഡ്. ദിസ് റൊട്ടേഷൻ ലീഡ്സ് ടു ദ വർക്കിംഗ് ഓഫ് ദ ജനറേറ്റർ. Thus, electricity is produced. Visit a windmill farm during your next study tour. സോ എങ്ങനെയാണ് വിൻഡ്മിൽ വർക്ക് ചെയ്യുന്നത്? വിൻഡ്മില്ലിന്റെ ആ 3 ബ്ലേഡ്സ് എപ്പോഴാണ് റൊട്ടേറ്റ് ചെയ്യാം? നല്ല വിൻഡുള്ള സമയത്ത് ആ വിൻഡിന്റെ പവർ യൂസ് ചെയ്തിട്ട് ആ വിൻഡ്മില്ലിന്റെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യും. സോ ആ വിൻഡ്മില്ലിന്റെ അടുത്ത് തന്നെ ഒരു ജനറേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ജനറേറ്ററിൽ ആർമേച്ചർ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ടായിരിക്കും. സോ ആർമേച്ചർ എന്ന് പറയുന്ന ആ പാർട്ട് വിൻഡ്മില്ലിന്റെ ലീഫുമായിട്ട്, ദാറ്റ് ഈസ് ഈ ബ്ലേഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്ററിലെ ആർമേച്ചർ കോയിലും റൊട്ടേറ്റ് ചെയ്യും. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യൂ കേട്ടോ. സോ അടുത്ത നിങ്ങളുടെ സ്റ്റഡി ടൂറിൽ ഒരു വിൻഡ്മിൽ ഫാം വിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇനി സ്കൂളൊക്കെ തുറന്നിട്ട് ടൂർ പോകുന്ന സമയത്ത് വിൻഡ്മിൽ ഫാം ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് towards the future with care. Firewood is a conventional source of energy, but coke and gases produced when it burns cause atmospheric pollution. Moreover, excessive use of firewood leads to deforestation. The consumption of fuels is also increasing day by day. Only through strict control of the consumption of fuels like coal and petroleum and maximum utilization of non-conventional energy sources can the energy crisis be overcome in future. സോ ഫ്യൂച്ചറിലേക്ക് നമുക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസിനെ എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫയർവുഡ് ഈസ് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, isn't it? But coke and gases produced when it burns cause atmospheric pollution. സോ ഫയർവുഡ് ബേൺ ചെയ്യുമ്പോൾ അവിടെ കരിയും പുകയൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ ഇത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് കാരണമാവുന്നുണ്ട് അല്ലേ. ഈ കരിയും പുകയൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. മോറോവർ എക്സസീവ് യൂസ് ഓഫ് ഫയർവുഡ് ലീഡ്സ് ടു ഡീഫോറസ്റ്റേഷൻ. അതുപോലെ തന്നെ ഫയർവുഡ് ഒരുപാട് യൂസ് ചെയ്യുന്ന എന്താണ്? ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നുണ്ട് അല്ലേ. സോ പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ട് ഫയർവുഡ് ഉണ്ടാക്കിയാൽ പിന്നെ പ്ലാന്റ്സ് ഉണ്ടാവുമോ? ഇല്ല. സോ അത് ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നുണ്ട്. ദെൻ ദ കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽസ് ഈസ് ആൾസോ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. സോ കൺവെൻഷണൽ ഫ്യൂവൽസിന്റെ യൂസ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ യൂസ് ജുഡീഷ്യലി കൺട്രോൾ ചെയ്താലേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസ്, ദാറ്റ് ഈസ് പെട്രോളിയം പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. സോ അതിനുവേണ്ടി നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് യൂസ് ചെയ്യണം. ഓക്കെ, അതായത് സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യണം, വിൻഡ് എനർജി യൂസ് ചെയ്യണം. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ മറ്റ് എനർജിയും എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസ് സേവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ കൺവെൻഷണൽ എനർജി സോഴ്സസിന്റെ യൂസ് മാക്സിമം ഡിക്രീസ് ചെയ്തിട്ട് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന്റെ യൂസ് മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ ടു സേവ് ദ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽസ്. ദർ ആർ വേരിയസ് ഇൻസ്റ്റൻസസ് ഇൻ ഡെയിലി ലൈഫ് ഓഫ് ഫ്യൂവൽസ് ബീങ് വേസ്റ്റഡ്, isn't it? സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫ്യൂവൽ വേസ്റ്റ് ആയി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്.
ഡു യു സ്റ്റോർ ഫോർ ഫർദർ യൂസ് ദ റിമൈൻസ് ഓഫ് ചാർക്കോൾ ആൻഡ് ഫയർവുഡ് ഇൻ ദ സ്റ്റൗ ആഫ്റ്റർ കുക്കിംഗ്? സോ നിങ്ങളുടെ വീട്ടിൽ കുക്കിംഗ് കഴിഞ്ഞാൽ വേസ്റ്റായി വരുന്ന ആ ഫയർവുഡും ചാർക്കോളും ഒക്കെ നിങ്ങൾ പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാറുണ്ടോ? നോ, ഒരിക്കലും ഇല്ല അല്ലേ. ആരും യൂസ് ചെയ്യാറില്ല. കുക്കിംഗ് കഴിഞ്ഞാൽ ആ സ്റ്റൗവിൽ ബാക്കിയുള്ള ഫയർവുഡും ചാർക്കോളൊക്കെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യും അല്ലേ. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. വീണ്ടും നമ്മൾ സ്റ്റൗവ് കത്തിക്കുന്ന സമയത്ത് പുതിയ ഫയർവുഡാണ് യൂസ് ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? ഷുഡ് വി യൂസ് പ്രൈവറ്റ് വെഹിക്കിൾസ് റാദർ ദാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫോർ ട്രാവൽ? സോ നമ്മുടെ ട്രാവലിങ്ങിനെ പബ്ലിക് ട്രാൻസ്പോർട്ട്സിനേക്കാളും നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. പ്രൈവറ്റ് വെഹിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്താൽ അത്രയും എനർജി അവിടെ വേസ്റ്റ് ആവണം അല്ലേ. എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട്സിൽ ട്രാവൽ ചെയ്താൽ അത്രയും പ്രൈവറ്റ് വെഹിക്കിൾസിൽ ഫ്യൂല് യൂസ് ചെയ്യാതെ നമുക്കത് ലാഭിക്കാം അല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഒരു വീട്ടിൽ മിനിമം ഒരു വണ്ടി ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞത് മിനിമം ആണ് അല്ലേ. ഒന്നിൽ കൂടുതൽ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. മിനിമം ഒരു വണ്ടി എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ പണ്ട് അങ്ങനെയായിരുന്നോ? അല്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പെട്രോളിയം പ്രൊഡക്ട്സിന്റെ യൂസ് അത്രയധികം ഇൻക്രീസ് ചെയ്യാൻ കാരണം. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട്സിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പ്രൈവറ്റ് വെഹിക്കിൾസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ. പ്രൈവറ്റ് വെഹിക്കിൾസ് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. സോ മാക്സിമം നമുക്ക് ഫ്യൂവൽസിന്റെ യൂസ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ. സോ അത് നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ കൺവെൻഷണൽ എനർജി സോഴ്സസിന്റെ യൂസ് കുറയ്ക്കാനും കഴിയും. ഓക്കെ. ദെൻ ഡോണ്ട് യു സീ ദ widespread use of luxury vehicles despite the fact that many of them have poor fuel efficiency? What will be your attitude in such situations? സോ ഇന്ന് നമ്മുടെ നാട്ടിലെ ലക്ഷറി വെഹിക്കിൾസിന്റെ യൂസ് ഒരുപാട് കൂടിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് ലക്ഷറി വെഹിക്കിൾസ് കാണാൻ കഴിയും അല്ലേ. സോ അത്രയും പൈസ മുടക്കിയിട്ട് ആ ലക്ഷറി വെഹിക്കിൾസ് ആളുകൾ വാങ്ങുന്നുണ്ട്. ബട്ട് മെനി ഓഫ് ദെം ഹാവ് പ്യുവർ ഫ്യൂൽ എഫിഷ്യൻസി. ദാറ്റ് ഈസ് അത്രയധികം പണം മുടക്കി ലക്ഷറി വെഹിക്കിൾസ് വാങ്ങുമ്പോഴും അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ. സോ അത്രയും ഫ്യൂവൽസ് അവിടെ നമുക്ക് വേസ്റ്റ് ആയി വരികയാണ്. സോ ഇതിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതാണ് ചോദിക്കുന്നത്. സോ ഇത്തരം സിറ്റുവേഷൻസിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അത് നിങ്ങൾ നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യുക. ഓക്കെ. ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇലക്ട്രിക്കൽ എനർജി ഈസ് വേസ്റ്റഡ് ഇൻ അവർ ഹോംസ്. സോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ ഹെൽപ്പോട് കൂടി ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ വാട്ട് ഈസ് ദ ആക്ടിവിറ്റി? സോ ഇവിടെ രണ്ട് ഫിഗർ കാണാൻ കഴിയും ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. ഏതൊക്കെയാണ്? ഫിഗർ എ ആൻഡ് ഫിഗർ ബി. സോ രണ്ട് ഇലക്ട്രിക്കൽ ബൾബുകളാണ് ഫിഗറിൽ കാണുന്നത് അല്ലേ. ദ ഫസ്റ്റ് വൺ ഈസ് ഫിലമെന്റ് ലാമ്പ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് CFL. ഇസ്ന്റ് ഇറ്റ്? സോ എല്ലാവരുടെ വീട്ടിലുള്ള ബൾബുകളാണ് ഈ രണ്ട് ബൾബുകളും അല്ലേ. ആസ് ഷോൺ ഇൻ ഫിഗർ എ, ഹോൾഡ് എ തെർമോമീറ്റർ നിയർ ആൻ ഇലുമിനേറ്റഡ് ഫിലമെന്റ് ബൾബ്. നോട്ട് ഡൗൺ ദ തെർമോമീറ്റർ റീഡിംഗ്. സോ നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. നിങ്ങളുടെ വീട്ടിൽ ഫിലമെന്റ് ലാമ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രകാശിപ്പിക്കുക. ഓക്കെ. ദെൻ അല്പസമയം പ്രകാശിപ്പിച്ച ശേഷം അതിനടുത്തേക്ക് വരുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ വീട്ടിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു തെർമോമീറ്റർ ആ ബൾബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ. സോ ആ തെർമോമീറ്ററിൽ ഒരു റീഡിങ് കാണിക്കും. അതായത് ആ ബൾബിൻ്റെ ഹീറ്റ് എത്രയാണോ ആ ഹീറ്റ് അതിൽ കാണിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി ഈസ് after the thermometer attains room temperature, hold it near an illuminated fluorescent bulb as shown in figure B. Note down the thermometer reading. So ആദ്യം ഫിലമെന്റ് ലാമ്പ് കത്തിച്ച ശേഷം അതിനടുത്തേക്ക് തെർമോമീറ്റർ കൊണ്ടുവരിക. സോ അതിൽ ഒരു റീഡിംഗ് ഉണ്ടായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ആ ബൾബിന്റെ ഹീറ്റ് എത്രയാണോ ആ ഹീറ്റ് ആ തെർമോമീറ്ററിൽ റീഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ദെൻ ആ റീഡിംഗ് നിങ്ങൾ എഴുതി വെക്കുക. ദെൻ തെർമോമീറ്റർ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ വീട്ടിൽ ഒരു CFL ലാമ്പ് ഉണ്ടെങ്കിൽ അത് പ്രകാശിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇതേപോലെ തെർമോമീറ്റർ അതിനടുത്തേക്ക് കൊണ്ടുപോവുക. സോ അതിനടുത്തേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് ഹീറ്റ് ഫീൽ ചെയ്യും അല്ലേ. സോ ആ ഹീറ്റ് നമ്മുടെ തെർമോമീറ്ററിൽ റീഡിംഗ് ആയിട്ട് കിട്ടും. ഓക്കെ. സോ അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ദെൻ ഈ രണ്ട് റീഡിങ്സും നിങ്ങൾ കമ്പയർ ചെയ്യുക. ഏതിനാണ് ഏറ്റവും കൂടുതൽ റീഡിംഗ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. വിച്ച് ബൾബ് റിലീസ് മോർ ഹീറ്റ്? ദ പർപ്പസ് ഓഫ് എ ബൾബ് ഈസ് ടു പ്രൊഡ്യൂസ് ലൈറ്റ്. വെൻ ദ ബൾബ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ഇറ്റ് കോസസ് ലോസ് ഓഫ് എനർജി. സോ ബൾബിന്റെ പർപ്പസ് എന്താണ്? ലൈറ്റ് തരിക അല്ലേ. അതിനാണ് നമ്മൾ ബൾബ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ലൈറ്റ് മാത്രമാണോ തരുന്നത്? അല്ല. നമ്മൾ ഒരു ബൾബ് പ്രകാശിപ്പിച്ചാൽ അതിൽ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ എങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാവുന്നത്? അതായത് ആ ബൾബ് യൂസ് ചെയ്യുന്ന
ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടല്ല നമുക്ക് തരുന്നത്. കുറച്ച് എനർജി ഹീറ്റ് ആയിട്ട് ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ലോസ് ഓഫ് എനർജിയാണ് നിങ്ങളിപ്പോൾ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്തത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ലോസ് ഓഫ് എനർജി എവിടെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എവിടെയാണ്? ഇലൂമിനേറ്റഡ് ഫിലമെന്റ് ബൾബ് അല്ലെ? അതായത് ഫിലമെന്റ് ബൾബിലാണ് ഏറ്റവും കൂടുതൽ ലോസ് ഓഫ് എനർജി ഉണ്ടാവുന്നത് അല്ലെ? അതായത് കൂടുതൽ ഹീറ്റ് അവിടെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫിലമെന്റ് ബൾബിലല്ലേ ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും എനർജി അവിടെ നഷ്ടമാവാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ബൾബ് ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ മഞ്ഞ ബൾബ് എന്നൊക്കെ പറയും അല്ലേ, 10 രൂപേൻ്റെ ബൾബാണത്. സോ അങ്ങനത്തെ ബൾബുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഏറ്റവും നല്ലത് CFLിനേക്കാളും നല്ലത് LED ബൾബുകളാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും LED ബൾബുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സോ LED ബൾബുകൾ ഉപയോഗിക്കുക കേട്ടോ. LED ബൾബ് ആകുമ്പോൾ എനർജി ലോസ് വളരെ കുറവായിരിക്കും. ഓക്കെ, റൈറ്റ് ദ നോട്ട് ഓഫ് ദ എക്സ്പെരിമെന്റ് ഇൻ യുവർ സയൻസ് ഡയറി. സോ ഈ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുക കേട്ടോ. സോ വാട്ട് ഈസ് അവർ കൺക്ലൂഷൻ? ദ ഫിലമെന്റ് ബൾബ് റിലീസസ് മോർ ഹീറ്റ്. സോ ഇൻ ഫിലമെന്റ് ബൾബ്സ് മേജർ പാർട്ട് ഓഫ് ദ എനർജി ഈസ് ലോസ് ആസ് ഹീറ്റ്. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ. ഓക്കെ, സോ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ദ ഫിലമെന്റ് ബൾബ് റിക്വയർസ് മോർ ഇലക്ട്രിസിറ്റി ടു വർക്ക് ബട്ട് എ CFL കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. സോ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നാണ് CFLിന്റെ ഫുൾ ഫോം. ഓക്കെ, but a CFL giving the same amount of light requires less electricity. Hence, CFL is better to save energy. LED lamps capable of saving greater amount of energy are now available in the market. So, filament bulb വർക്ക് ചെയ്യാൻ ഒരുപാട് ഇലക്ട്രിസിറ്റി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് CFL ലാമ്പ് കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നാൽ അതിനേക്കാൾ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ LED ബൾബുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ എല്ലാവരും LED ബൾബുകൾ യൂസ് ചെയ്യുക കേട്ടോ. വാട്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൻ ടു സേവ് എനർജി അറ്റ് ഹോം? എക്സാമിൻ ദ പിക്ചേഴ്സ്. സോ ദർ ആർ 2 figures in your textbook. The first figure is fuel efficient firewood stove, then biogas plant. സോ ഫസ്റ്റ് ഫിഗർ എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഫിഗർ ആണ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് ഫയർവുഡ് സ്റ്റവ്. ദാറ്റ് ഈസ് നമ്മൾ പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയും അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും പുകയില്ലാത്ത അടുപ്പ്. സോ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? മാക്സിമം ഫയർവുഡ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മാക്സിമം ഫയർവുഡും ബേൺ ചെയ്തിട്ട് ഹീറ്റായിട്ട് കിട്ടും. ഓക്കെ, ഈ സ്റ്റൗവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർവുഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് കിട്ടും. ഓക്കെ, ഒരു ഫയർവുഡും വേസ്റ്റ് ആവില്ല. ദെൻ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റ് എന്താണെന്ന് നമുക്കറിയാം. അതായത് ബയോമാസ് യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ബയോ വേസ്റ്റ് യൂസ് ചെയ്തിട്ട് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഓക്കെ, സോ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിന് ആവശ്യമായ ഗ്യാസ് കിട്ടും. ഓക്കെ, സോ ആ ഗ്യാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുക്കിംഗ് എല്ലാം ചെയ്യാവുന്നതാണ്. ദെൻ വി കൺസേർവ് എനർജി സോഴ്സസ് വെൻ വി ഡു നോട്ട് വേസ്റ്റ് ഫ്യൂൽസ്. സോ നമ്മൾ എനർജി സോഴ്സസ് കൺസേർവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളത് വേസ്റ്റ് ആക്കാതിരിക്കുമ്പോൾ. ഓക്കെ, സോ ഒരു ഫ്യൂവല് വേസ്റ്റ് ആക്കാതിരുന്നാൽ നമ്മൾ അതിനെ കൺസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ഫ്യൂവൽസിനെ കൺസർവ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണ്? അതിനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ എല്ലാവരും ഫ്യൂവൽസ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ അങ്ങനെ ചെയ്താൽ നമ്മൾ ആ എനർജി കൺസർവ് ചെയ്യാണ്, നമ്മൾ ഫ്യൂച്ചറിലേക്ക് അതിനെ സേവ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ഇത് മനസ്സിലാക്കുക കേട്ടോ. Can we do several things at home itself to conserve energy? സോ എനർജി കൺസർവ് ചെയ്യാൻ നമുക്ക് വീട്ടിൽ ഒരുപാട് തിങ്സ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ വേസ് ടു കൺട്രോൾ ദ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി? സോ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉള്ളത്? ദ ഫസ്റ്റ് തിങ് ഈസ് സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആഫ്റ്റർ യൂസ്. ദെൻ അയൺ ആൾ ദ ക്ലോത്ത്സ് അറ്റ് എ സ്ട്രെച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഇറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. Then use CFL or LED bulbs instead of filament bulbs. Use lights and other equipments only when needed. Ensure that street lights are switched off in time. Do not use mixie, grinder or fridge when the voltage is very low, especially during peak hours. Avoid frequent pumping of water. Promote use of LEDs. So ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഇലക്ട്രിസിറ്റി എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം ആ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എല്ലാവരും ഈ കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ദെൻ
What are the changes to be introduced in the devices and sources of energy for cooking? The first thing is use fuel efficient firewood stove. Then second thing is use pressure cookers. സോ പ്രഷർ കുക്കറിൽ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് വേവും അല്ലേ, അതായത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഫുഡൊക്കെ കുക്കായി കിട്ടും അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് എനർജി യൂസ് ചെയ്താൽ മതി. സോ യൂസ് പ്രഷർ കുക്കേഴ്സ്. ദെൻ യൂസ് ബയോഗ്യാസ് ഓർ എസ്റ്റാബ്ലിഷ് ബയോഗ്യാസ് പ്ലാന്റ് ഇൻ ഓർ ഹൗസസ്. ഓക്കെ, എല്ലാവരുടെ വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ ആ ബയോഗ്യാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമുക്ക് എനർജി സോഴ്സസ് കൺസർവ് ചെയ്യാം. ഓക്കെ, ദെൻ റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി യുവർ പ്ലാൻസ് ഫോർ എനർജി കൺസർവേഷൻ. സോ എനർജി കൺസർവ് ചെയ്യാൻ ഇനി നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻസ് എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഓക്കെ, സോ ഇതോടുകൂടി സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന നമ്മുടെ 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, ദെൻ നമുക്കൊരു സെമിനാർ ആണ് ഇനി ഉള്ളത്. കണ്ടക്ട് എ സെമിനാർ ഇൻ ദ ക്ലാസ് ഓൺ ഹൗ ടു പ്രിവെന്റ് ദ എക്സസീവ് യൂസ് ഓഫ് ഫ്യൂൽസ്. സോ എക്സസീവ് യൂസ് ഓഫ് ഫ്യൂൽസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതാണ് നമ്മുടെ സെമിനാർ ടോപ്പിക്. ഓക്കെ, നമുക്ക് സ്കൂൾ തുറന്നിട്ട് ഈ സെമിനാർ നമുക്ക് കണ്ടക്ട് ചെയ്യാം കേട്ടോ. സോ എല്ലാവരും സെമിനാർ ടോപ്പിക്കിനുള്ള പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ പോയിന്റ്സ് എല്ലാവരും വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഫ്യൂൽസ് യൂസ്ഡ് അറ്റ് ഹോം. ദെൻ വാട്ട് ആർ ദ പർപ്പസസ് ഫോർ വിച്ച് ഫ്യൂൽസ് ആർ യൂസ്ഡ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതെല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്കൂൾ തുറന്നിട്ട് ഈ സെമിനാർ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നോട്ട് പ്രിപ്പയർ ചെയ്യലാണ്. സോ ഇന്നെടുത്ത ടോപ്പിക്കിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ശ്രദ്ധിച്ച് കേട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. സോ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ടേക്ക് ഓർ നെക്സ്റ്റ് ചാപ്റ്റർ ഓർ 6th ചാപ്റ്റർ. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.